ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിന്ദൂസ് കിച്ചൺ. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് റോളാണ്. റാപ്പർ ഷീറ്റൊന്നും നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ നമ്മളിവിടെ തന്നെയാണ് അത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റാപ്പർ ഷീറ്റൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദപ്പൊടിയാണ്. ഒരു 5 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിവിടെ മൈദപ്പൊടി എടുത്തിരിക്കുന്നത്. ഞാനിവിടെ വളരെ കുറച്ചെണ്ണം മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് മൈദ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിതിൽ പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം, എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് നമുക്ക് റെഡിയായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തുണി നനച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 30 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാനത് കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനിങ്ങനെയൊന്ന് ചെയ്തെടുക്കുകയാണ്. എനിക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു 10 ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി ഇതൊന്ന് മാറ്റി വെക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. നന്നായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് ഒരു ചപ്പാത്തി കോല ഉപയോഗിച്ചാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. ഈ ഒരു സൈസിൽ നമ്മളിത് പരത്തിയെടുക്കണം. ഇങ്ങനെ എല്ലാ ബോൾസും നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇനി നമ്മൾ പരത്തി വെച്ച മാവ് ഒന്നെടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് മൈദപ്പൊടി കൂടി നമ്മളിതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കുകയാണ്. വീണ്ടും ഇതിന് മുകളിലോട്ട് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മാവ് വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വീണ്ടും കുറച്ച് ഓയിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മൈദ കൂടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു 5 എണ്ണം നമ്മളിങ്ങനെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒരുമിച്ചൊന്ന് പരത്തിയെടുക്കണം. മാക്സിമം തിന്നായിട്ട് നമ്മളിതൊന്ന് പരത്തിയെടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് വീട്ടിൽ വലിയ കല്ലാണുള്ളതെങ്കിൽ നിങ്ങൾക്കിത് മുഴുവനായിട്ട് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിലാണോ റാപ്പർ പേപ്പർ കിട്ടേണ്ടത് അതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ സൈഡ്സ് ഒന്നും ഇങ്ങനെ വേസ്റ്റായി പോയില്ല. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കുകയാണ്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും ഒരുപോലെ നമ്മളിങ്ങനെ കുക്ക് ചെയ്തെടുക്കണം. കൂടുതൽ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മാവ് ഇതാ റാപ്പർ ഷീറ്റായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, അത്ര സ്മൂത്തായിട്ട് ഇത് വന്നിട്ടുണ്ട്. അടിപൊളി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടാക്കുമ്പോൾ നമ്മളിത് കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കൊരു മാസം വരെ ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് സ്നാക്സ് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ റാപ്പർ ഷീറ്റ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതിൽ വേണ്ട ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കിയെടുക്കാം. അതിനാദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 2 പൊട്ടറ്റോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് പാകത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു 1/2 കഷ്ണം ക്യാരറ്റാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6 വെളുത്തുള്ളി, ഒരു സ്പ്രിംഗ് ഒനിയൻ, കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഒരു 3 പച്ചമുളക്. ഇനി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ ഉപ്പും മഞ്ഞളും ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ 1 കപ്പ് അളവിൽ ബീഫാണ്. ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ കൈ കൊണ്ടൊന്നിങ്ങനെ ചിതറിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നമുക്കിതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകുമാണ്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും കൂടിയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് വാടി കിട്ടും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്.
അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയനും മല്ലിയിലയും കറിവേപ്പിലയുമാണ്. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരട്ടെ. ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കൂടി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. നമുക്കിനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നമ്മുടെ ഫില്ലിങ്ങൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളൊന്ന് ഉപ്പ് നോക്കി കൊടുക്കണം. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന്, ഇല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് കുറച്ച് സവാളയും സ്പ്രിംഗ് ഒനിയനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് 2 മിനിറ്റ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതാ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാപ്പർ ഷീറ്റാണിത്. ഇതിലോട്ട് ഞാനിങ്ങനെ ഒരു കയ്യിലൊരു റോള് പോലെയാണിത് ഉരുട്ടിയെടുക്കുന്നത് നമ്മുടെ ഫില്ലിങ്. നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ അറ്റത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ തടവി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇതിങ്ങനെ വിട്ടുപോരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് എല്ലാ റോൾസും ഒന്നിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റോൾസൊക്കെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ റോൾസായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് റോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.